ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് ബുക്സ് കളക്ഷനുമായിട്ടാണ് കേട്ടോ. ഞാൻ റീസെൻ്റായിട്ട് വായിച്ച 1-2 ബുക്സിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ. അതായത് എനിക്ക് വായിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ജസ്റ്റ് ആ വായിക്കുന്ന ബുക്സിനെ കുറിച്ച് ഒന്ന് പറയാനും, പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച ബുക്ക്, അതിൻ്റെ കണ്ടൻസ്, അതായത് ഇന്ന റൈറ്റേഴ്സിൻ്റെ ബുക്ക്, അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും ബുക്ക് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇപ്പം ഞാൻ വായിച്ച ബുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ബുക്കിൻ്റെ നെയിംസോ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പോൾ ഞാനത് കിട്ടുവാണെങ്കിൽ വായിക്കാൻ കേട്ടോ. എനിക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് കുറച്ച് പേര് സജസ്റ്റ് ചെയ്ത ബുക്ക്, പിന്നെ ഞാനായിട്ട് കുറച്ച് ബുക്ക് തേടി പിടിച്ച ബുക്ക്, അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇത് അവിടെ ലൈബ്രറിയിൽ എനിക്ക് സജസ്റ്റ് ചെയ്ത ബുക്കാണ്. എൻ്റെ ലൈബ്രറിൻ്റെ പേര് നിഷ എന്നാണ്. അപ്പോൾ ആൾ സജസ്റ്റ് ചെയ്തൊരു ബുക്കാണ് കേട്ടോ, തല കുനിക്കാതെ എന്ന് പറഞ്ഞാൽ. ഇത് വാങ്കാരി മാതായുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ്, സ്റ്റോറി ഓഫ് എ വിമൻ. ഇത് ഒരുപാട് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്നെപ്പോലുള്ള ആൾക്കാർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചില വരികൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം കറുത്ത വർഗ്ഗക്കാരനുഭവിച്ച ആ ഒരു തിരസ്കാരം, അവരനുഭവിച്ച ആ ഒരു റേസിസത്തിൻ്റെ റിസൾട്ടുകൾ, പിന്നെ അവരുടെ ബേസിക് നീഡ്സ് പോലും അല്ലാതെ അവർക്ക് അടിസ്ഥാന സൗകര്യം മീൻസ് അവർക്കൊരു രീതിയിലും ഒരു ഉയരാനുള്ള ഒരു കാര്യം അവിടെ പ്രിവിലേജ് അനുഭവിക്കുന്ന ആൾക്കാർ ചെയ്ത് കൊടുക്കാറില്ല. സോ അവരുടെ ആ ഒരു കഷ്ടപ്പാടും ഒക്കെ സഹിച്ച് അവർ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ലീഡറായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ഇവർ ചെയ്തിട്ടുണ്ട്. കറുത്ത വർഗ്ഗക്കാരെന്ന് പറയുന്നത് റേസിസം അത് നിലനിന്നുകൊണ്ടാണല്ലോ അന്ന് ഇവരനുഭവിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, തെറ്റാണ് ക്ഷമിക്കുക. സോ അപ്പം ആ ഒരു ബുക്ക്, ഇതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, അവർ തുറന്നെഴുതിയിട്ടുണ്ട്. അവരുടെ ഓരോ കാര്യങ്ങൾ, അവരനുഭവിച്ച കാര്യങ്ങൾ, അതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയങ്കര റെസ്പെക്റ്റ് തോന്നും കേട്ടോ ഈ ഒരു ആളോട്. അപ്പം അത് വായിക്കാൻ പറ്റിയ ബെസ്റ്റ് ബുക്കാണ്, നല്ലൊരു ഇൻസ്പിറേഷണൽ ബുക്കാണ്. ചിലർക്ക് തോന്നാറില്ലേ, ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നത്തില്ലേ നമ്മൾ വർത്താണോ, നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ വിലയില്ലാതാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ബുക്കൊക്കെ വായിച്ച് നോക്കുക. ഭയങ്കര ഒരു നല്ല ബുക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റേറ്റിംഗ് ഞാൻ കൊടുക്കുകയാണ് 10/10 കൊടുക്കും. കാരണം എനിക്കിത് ഇത്ര നല്ല ബുക്കായിട്ട് തോന്നി. സോ ഞാൻ വായിച്ചു കഴിഞ്ഞു, ഞാൻ റിട്ടേൺ ചെയ്യേണ്ട ബുക്കാണ്. സോ അത് ഫസ്റ്റ് ബുക്ക്. പിന്നെ സെക്കൻഡ് ബുക്ക് എന്ന് പറയുമ്പം KR മീരയുടെ ബുക്കാണ്. ഇത് ഞാൻ എന്നാ വാങ്ങിയേ, വർഷം ഞാൻ 12th ഡിഗ്രി പഠിക്കുന്ന ടൈം, അതായത് ഇൻ ബിറ്റ്വീൻ 2017 and 20 ഞാനത് വാങ്ങിയത്. അപ്പോൾ ഇത് കഥകൾ, അതായത് KR മീരയുടെ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റോറീസ്, എല്ലാം ചെറുകഥകളാണ് കേട്ടോ. അപ്പം ആളൊരു ഫെമിനിസ്റ്റാണ്. സോ എനിക്ക് ഫെമിനിസം ഇഷ്ടമാണ്, റിയൽ ഫെമിനിസം ഇഷ്ടമാണ്. അപ്പം ആളൊരു ഫെമിനിസ്റ്റാണ്. സോ പെണ്ണെഴുത്ത്, എനിക്ക് പെണ്ണെഴുത്തുകൾ ഇഷ്ടമുള്ള ഒരാളാണ്. സോ ആളെല്ലാവരും ചെറുകഥകളാണ് കേട്ടോ. ഇതെല്ലാം ഷോർട്ട് സ്റ്റോറീസാണ്. അപ്പോൾ എല്ലാത്തിലും അതായത് ഇന്നത്തെ സാമൂഹിക എന്താ പറയുക, ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളോട് ഇവർ കലഹിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത്, അതാണ് KR മീരയുടെ എഴുത്തുകൾ. അപ്പോൾ ഈ ഒരു ബുക്ക് KR മീരയുടെ +2 തോന്നുന്നു, നമുക്ക് പഠിക്കാനുണ്ട്. ഓർമ്മയുടെ ഞരമ്പ്, അത് എത്ര പേര് പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഓർമ്മ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. +2 നമുക്ക് പഠിക്കാനുണ്ട് ഓർമ്മയുടെ ഞരമ്പ്. പിന്നെ ആരാച്ചാര്, ഖബർ, അങ്ങനെ ഒരുപാട് സ്റ്റോറി ബുക്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ അന്നെടുത്ത് വായിച്ച ബുക്കാണ്. ഇപ്പോഴും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ ഓരോ കഥകൾ വായിക്കാറുണ്ട്. അപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ഒരു തവണ വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. മീൻസ് എനിക്ക് പോലും ഇതിനകത്ത് ചില കഥകൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതെന്താണ് അവർ ആ ഒരു ഇത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചില കഥകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര ഡീപ്പായിട്ട് ഇത്ര ഒരു മീനിങ് ഉണ്ടോ എന്ന് നമുക്ക് ഓർത്തു പോകും. അപ്പം അതുപോലെ കുറച്ച് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് സിമ്പിളാണ്, പക്ഷേ ആൾ ഉദ്ദേശിച്ചേക്കുന്ന കാര്യം കുറച്ച് ഡീപ്പാണ്. അപ്പം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങളും അവരതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ റേറ്റിംഗ് ഞാനൊരു 9/10 കൊടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല എഴുത്താണ്, സിമ്പിൾ ലാംഗ്വേജ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതിനകത്ത് കണ്ടൻറ്റ് മനസ്സിലാക്കാൻ ചില ഇതിൻ്റെ ഓരോ കഥയുടെയും എൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കഥ തുടങ്ങുവാണെങ്കിൽ ഒരു എൻഡ് ഉണ്ടാവും. പക്ഷേ ഈ കഥയിലെ എൻഡ് നമ്മൾ തന്നെ ചിന്തിച്ചെടുക്കണം. അത് ഓരോരുത്തരെ അനുസരിച്ചിരിക്കും ആ കഥയുടെ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു എൻഡായിരിക്കത്തില്ല വേറൊരാൾക്ക് തോന്നുന്നത്. അപ്പം അത് അവരുടെ ചിന്തയിൽ വരുന്ന ഡിഫറൻസ് ആണ് കേട്ടോ.
ഇപ്പം നമുക്ക് +2 ഡിഗ്രിക്കാണ് പഠിക്കാൻ, സോറി ഞാൻ പറഞ്ഞത് ഡിഗ്രിക്ക് പഠിക്കാനുള്ള കാര്യം കേട്ടോ. ഡിഗ്രിക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തവർ പഠിച്ചിട്ടുണ്ടാവും ഓർമ്മയുടെ ഞരമ്പ്. +2 ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഓർമ്മയുടെ ഞരമ്പ്. ഇപ്പം അതിലും തന്നെ ഒരു പഠിക്കാനുണ്ടായിരുന്നു മോഹമഞ്ഞ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ. എനിക്കും ഇപ്പോഴും ഇഷ്ടമുള്ളൊരു കഥയാണ് മോഹമഞ്ഞ. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു സ്ത്രീ, അതായത് മോഹമഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുള്ള രണ്ട് ക്യാരക്ടേഴ്സ്, അതായത് ഒരു സ്ത്രീയും പുരുഷനും. ഈ സ്ത്രീക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി, അതായത് അവർക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ട് അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നു. അപ്പം അവിടെ വന്ന ഒരാളുമായിട്ട് പരിചയമാവുന്നു. പിന്നെ ഇവർ ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ പോകുന്നു. പിന്നെ അങ്ങനെ ഇവർ എന്താ പറയുന്നത്, ഒരു റിലേഷനിൽ ആവുന്നു. പിന്നെ അവരൊരു ഫിസിക്കൽ റിലേഷനിലേക്കൊക്കെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും പിരിയുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവർ മുറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പത്രപേപ്പർ ഇങ്ങനെ പാറി വന്നു. ആ പാറി വന്ന പത്രപേപ്പറിൽ ഇവർ നോക്കുമ്പോൾ ഇവർ കണ്ട ആൾ മരിച്ചു എന്നുള്ളൊരു ചെറിയ ന്യൂസ് ഒരു ചരമക്കോളത്തിൽ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെയാണ്: പിന്നെയും ഒരാഴ്ച കഴിഞ്ഞ് കാണും, രോഗം ഭേദപ്പെട്ട് മുറ്റം വൃത്തിയാക്കുമ്പോൾ ചെടിക്കിടയിൽ പാറക്കിടന്നൊരു പത്രക്കീറൽ അയാളെ ഒരിക്കൽ കൂടി കണ്ടു. മഞ്ഞപ്പിത്തത്താൽ ഒരു അധ്യാപകൻ കൂടി മരിച്ചെന്നോ മറ്റോ എഴുതിയതിന് താഴെ മഞ്ഞിച്ച്. അതാണ് ആ കഥയുടെ എൻഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം വായിക്കുന്നയാൾക്ക് അതേത് തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതാണ് അതിൻ്റെ എൻഡ്. അപ്പോൾ ഓരോരുത്തരുടെ ചിന്താഗതി അനുസരിച്ചിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോ കഥ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത്. പിന്നെ ശൂർപ്പണഖ എന്ന് പറയുന്നൊരു സ്റ്റോറി, ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ഒരു സ്ത്രീയുടെ കഥയാണ് കേട്ടോ. അപ്പം ഒരു സ്ത്രീയുടെ അതായത് എന്താ പറയുക, ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, അവരുടെ ഷേപ്പ്, കാര്യങ്ങൾ, അങ്ങനത്തെ കോൺസെപ്റ്റുകളോട് കലഹിച്ചിട്ടുള്ള ഒരു എഴുത്താണ് ഈ ശൂർപ്പണഖ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ പുരാണത്തിലറിയാലോ ശൂർപ്പണഖയുടെ സ്റ്റോറി. അങ്ങനെ ഒരുപാട് സ്റ്റോറീസ്. ഓർമ്മയുടെ ഞരമ്പ് അതും എൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒരു തവണ തന്നെ ഒത്തിരി തവണ ഞാൻ ഇതിനകത്ത് ഓരോ സ്റ്റോറി റിപ്പീറ്റഡ് ആയിട്ട് വായിക്കാറുണ്ട്. ഇതിനകത്ത് ചില ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ തട്ടാറുമുണ്ട്. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ തന്നെ ആയിരിക്കണം എന്നില്ല, നമ്മൾ ഡെയിലി കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ ലൈഫ് നമുക്ക് കാണാൻ പറ്റും. ഇതന്ന് ഞാൻ എഴുതിയതാണ്. ഹരിദാസചന്ദ്രൻ. ഞാൻ സുവോളജി ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് ചെയ്തതാണ് ഞാൻ ഡിഗ്രി ടൈമിൽ. അപ്പം അതാണ് ഈ ഒരു ബുക്ക്. പിന്നെ നെക്സ്റ്റ് ഒരു ബുക്കെന്ന് പറഞ്ഞാൽ ജലജ പത്മൻ്റെ ബുക്കാണ് കേട്ടോ. നാഗലാംബിക എന്നാണ് ബുക്കിൻ്റെ പേര്. ഇതിനകത്ത് പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് തറവാട്, സർപ്പക്കാവ്, ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ആ ഒരു ആംബിയൻസിൽ എഴുതിയ ഒരു കഥയാണ്. അതൊരു ഫിക്ഷനാണ്, ഒരു ഫാൻറ്റസിയാണ്. നമുക്ക് എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഉണ്ടാകുമോ എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണിത്. ഇത് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചെറുകഥകളാണ്. അപ്പോൾ ഒരു കഥ ഇങ്ങനെ റിലേറ്റ് ആയിട്ട് പോകും. അതാണ് ഈ നാഗലാംബിക എന്ന് പറഞ്ഞൊരു ബുക്ക്. ഇതിൽ ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത് 8 out of 10 കൊടുക്കും കേട്ടോ. നല്ലൊരു ബുക്കാണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടി വായിക്കാനുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ചിലപ്പം ഞാൻ 10 out of ഞാൻ കൊടുക്കാമെന്ന് മീൻസ് ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ. പക്ഷെ എല്ലാവരും വായിക്കുമ്പോൾ ഒരേപോലെ ആവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഇതാണ് അടുത്തൊരു ബുക്ക്. പിന്നെ നെക്സ്റ്റ് ഒരു ബുക്കെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഫേവറേറ്റ് ഒരു ബുക്കാണ് കേട്ടോ. ഇതിൻ്റെ ബുക്കിൻ്റെ പേര് ക്യാൻ വി ബി സ്ട്രേഞ്ചേഴ്സ് എഗൈൻ. അതായത് ഇതൊരു 3 ഫ്രണ്ട്സിൻ്റെ കഥയാണ്. ഇവർ കോളേജ് ടൈമിൽ ഇവർക്കുണ്ടാകുന്ന അവർക്ക് ആ ഒരു ഫോം ആകുന്ന ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, പിന്നെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലം നഷ്ടമാകുന്ന ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ക്യാൻ വി ബി സ്ട്രേഞ്ചേഴ്സ് എഗൈനിൽ പറയുന്നത്. ഇതിൻ്റെ എഴുത്തുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീജിത്ത് ഷാൻഡിലിയ എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇതിനൊരു 80 rupees സംതിങ് എന്തോ ഉള്ളൂ. ഇത് ഞാൻ ലൈബ്രറിയിൽ നിന്നത്തെ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്ക് റിട്ടേൺ കൊടുക്കേണ്ടതാണ്. സോ ഇത് ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് വായിക്കാറുണ്ട് കേട്ടോ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബുക്കാണ്. ആക്ച്വലി എനിക്കിത് റിട്ടേൺ കൊടുക്കണമെന്നില്ല, മിക്കവാറും ഞാൻ അത് റിന്യൂ ചെയ്തെടുക്കും. അപ്പം അതിൻ്റെ ഈ ബുക്കിൻ്റെ ഓരോ പേജ് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലും ചില സമയം ഞാൻ എന്നെ തന്നെ കാണാറുണ്ട്.
നമ്മുടെ എവിടേക്കോ മിസ്സായിപ്പോയ കോളേജ് ടൈമിലെ കാര്യങ്ങൾ, പിന്നെ കോളേജ് ലൈഫിലുണ്ടായ ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ ബുക്സിൽ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ചില സാഹചര്യത്തിലൊക്കെ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബുക്ക്. അപ്പോൾ അങ്ങനെ ഇത് മസ്റ്റ് റീഡാട്ടോ. നമ്മൾ മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയുന്ന പോലെ മസ്റ്റ് റീഡാണ്. അപ്പം ചില ഇതിലൊക്കെ അവർ ഇതാക്കി എഴുതിയിട്ടുണ്ട് കണ്ടോ, കുറച്ച് ബോൾഡായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബുക്കാണിത്. ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു, നമ്മളൊരു ബുക്ക് വായിക്കുമ്പം അതിലിപ്പോൾ ഞാനാണെങ്കിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല മൂഡുള്ളപ്പോഴേ വായിക്കാറുള്ളൂ. കാരണം അതിൽ ഓരോ കാര്യങ്ങളും വേറെ ഒന്നൊരു കാര്യം എന്നെ ഡിസ്ട്രക്റ്റ് ചെയ്യത്തില്ല ബുക്ക് വായിക്കുമ്പം. അപ്പോൾ അതുപോലെ ആ ഒരു മെൻറ്റാലിറ്റി ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ ബുക്ക് വായിക്കത്തുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ജോലിക്ക് പോകുമ്പോഴോ അങ്ങനെയൊന്നും ഞാൻ പോയി വായിക്കത്തില്ല. നൈറ്റ് ഞാൻ കിടക്കാൻ സമയത്താണ് വായിക്കുന്നത്. ബുക്ക് ഫോൺ ഒരു 10:30 ഞാൻ മാറ്റും. പിന്നെ ഞാൻ ഈ ബുക്ക് വായിച്ച് ഉറങ്ങിപ്പോവും. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ രാത്രി എന്ന് പറയുമ്പോൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. സോ എനിക്ക് അങ്ങനെ വായിക്കുന്നതാണ് ഇഷ്ടം. അല്ലാതെ ഒരു പേജ് വായിച്ചിട്ടു അവിടെ വെച്ചിട്ടു ഒരു പേജ് വായിച്ചു അവിടെ വെച്ചു പോയി അങ്ങനെ വായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഒരൊറ്റ സ്ട്രെയിനിൽ ഇരുന്ന് മാക്സിമം വായിച്ച് തീർക്കണം വിത്തൗട്ട് എനി നോയ്സൻസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വായിക്കുന്ന ഒരു ശൈലി. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേട്ടോ. അപ്പം ഈ ബുക്ക് ഇതിൽ 9/10. പിന്നെ ഈ അടുത്തൊരു ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുങ്കുമരേഖ എന്നാണ് കേട്ടോ ആ ബുക്കിൻ്റെ പേര്. ഇത് ജസ്റ്റ് എന്താ പറയുക, ഒരു ഫാമിലി അതായത് ബ്രദർ, സിസ്റ്റർ, അമ്മ, അച്ഛൻ, അങ്ങനെയുള്ള ഒരു ഫാമിലിയിലുണ്ടാകുന്ന പ്രോബ്ലംസ്, കോൺഫ്ലിക്ട്സ്, പിന്നെ അവരുടെ തമ്മിലുള്ള ഈഗോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് കുങ്കുമരേഖ എന്ന് പറഞ്ഞ ബുക്ക്. ഈ സുധാകർ മംഗളോദയം എന്ന് പറയുന്ന ആൾ മനോരമ വീക്കിലിയിൽ നോവൽ എഴുതുന്ന ആളാണ് കേട്ടോ. അതിലൊരു നോവലാണിതും. പക്ഷേ ഇത് ഒരു നോവലായിട്ട് നമുക്കൊരു ബുക്കായിട്ട്, വീക്ക്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്ക്ലി നോക്കിയിരിക്കണം. ഇതങ്ങനെ ഒരു കിട്ടിയൊരു ബുക്കാണ്. ഇതിന് മുന്നേ ഒരു ബുക്ക് വായിച്ചു, പക്ഷേ അത് ഭയങ്കര, അതിൻ്റെ 10/10 ഞാൻ കൊടുക്കും. കറക്റ്റ് ഒരു ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങുന്നൊരു ബുക്കാണ്. നമുക്ക് ഇതിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, എന്നെ പോലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ച ചില സാഹചര്യത്തിൽ കണ്ണ് നിറയും. അതുപോലെ എൻ്റെ കണ്ണ് നനയിച്ച ബുക്കാണ് ഇത്. പിന്നെ ഈ 2 ബുക്ക്, പിന്നെ ഇതിൽ 1-2 സ്റ്റോറീസ് കേട്ടോ. അങ്ങനെ. സോ ഇതും 8/10. അതാണ് ഇതിൻ്റെ റേറ്റിംഗ് എന്ന് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ. സോ ഇത് ലാസ്റ്റ് ബുക്കാണ് കേട്ടോ. ഈ ബുക്കിൻ്റെ പേര് എന്ന് നിൻ്റെ മാത്രം ഗന്ധർവൻ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് ഒരു ന്യൂ റൈറ്ററാണ്, നന്ദൻ എന്നാണ് ആളുടെ പേര്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ട് അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ വില വരുന്നത് 120 രൂപയാണ് വില വരുന്നത്. അപ്പം ഇതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ഫോട്ടോസ്. ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് എവിടേക്കോ നമ്മുടെ ഞാൻ ഗന്ധർവനില്ലേ ആ മൂവിയുടെ കുറച്ച് ത്രെഡ്സ് എവിടേക്കോ ഒരു സാമ്യം തോന്നി. പക്ഷെ അത്യാവശ്യം നല്ലൊരു കഥയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു തറവാട്, കാവ്, കുളം, പിന്നെ യക്ഷി, ഗന്ധർവൻ, അങ്ങനെ ഒരുപാട് ഫാൻറ്റസി ക്യാരക്ടേഴ്സ്, ഇമാജിനറി ക്യാരക്ടേഴ്സ് വരുന്നൊരു സ്റ്റോറിയാണിത്. പുനർജന്മം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ സ്റ്റോറീസ് ഇഷ്ടമാണെന്നുള്ളവരൊക്കെ വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ചെറിയ ബുക്കാണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കാനുള്ളതേ ഉള്ളൂ. സോ അതാണ് ലാസ്റ്റ് ബുക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ഫിലിമുണ്ട്. ഓരോ ഫിലിം മീൻസ് നമുക്ക് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിന് കട്ടിയില്ലാത്തവരാണ് പെട്ടെന്ന് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമ്മളിപ്പോൾ ഒരു മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ ചില സീൻസ് വരുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അപ്പം അതുപോലെ ഞാൻ കണ്ട ഒരു മൂവി, ജസ്റ്റ് മൂവിയുടെ കാര്യം പറയാം. അതൊരു മൂവിയാണ് പെരുമഴക്കാലം. അതിനകത്ത് ഒരു പർട്ടിക്കുലർ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാവ്യ മാധവൻ്റെ ക്യാരക്ടർ, ഗംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമ്മുടെ മീരാ ജാസ്മിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ റസിയ. അപ്പം റസിയ വന്നിട്ട് ഓരോ ദിവസവും കാവ്യയോട് ബെഗ് ചെയ്യാണ് എങ്ങനെയെങ്കിലും ഹസ്ബൻഡിനെ ഇറക്കാനായിട്ട്. അവർ ക്ഷമിച്ചു എന്നുള്ള ഒരു ലെറ്റർ എഴുതി സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ പുള്ളിക്കാരൻ ദിലീപിന് അവിടുന്ന് വരാൻ പറ്റുള്ളൂ. അതാണ് അറേബ്യയിലെ നിയമം. അപ്പം അങ്ങനെ ലാസ്റ്റ് കാവ്യ മാധവൻ തീരുമാനിക്കുകയാണ്, ഓക്കെ ഞാൻ ഇവരോട് ഫൊർഗീവ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അവരിറങ്ങി വരുമ്പോൾ അവർ അഗ്രഹാരത്തിൻ്റെ വെളിയിലാണ് റസിയ, അതായത് മീരാ ജാസ്മിൻ കാണുന്നത്.
അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ മീര ജാസ്മിൻ ഇല്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർ നവൂജിയോട് ചോദിക്കുകയാണ് റസിയ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അവർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാവ്യയുടെ കുറച്ച് ഡയലോഗ്സും അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കണ്ണറിയാണ്ട് നിറഞ്ഞു പോകും. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നതിൽ രണ്ടുപേരും, മീര ജാസ്മിനും അതെ കാവ്യ മാധവനും അതെ. ആ ഒരു മൂവിയിൽ പർട്ടിക്കുലറായിട്ട് എനിക്ക് തോന്നിയ ഒരു 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 സീനാണത്. കാവ്യ മാധവൻ ബാബു നമ്പൂതിരിയുടെ ആ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊരു സ്റ്റോറി. പിന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, യൂട്യൂബിലില്ല പടം, അതൊരു തമിഴാണ് കേട്ടോ. നീർപ്പറവ എന്ന് പറയുന്ന ഒരു പടമുണ്ട്. വിഷ്ണു വിശാൽ, ആ നടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു മൂവി. അപ്പോൾ ചിന്മയി ശ്രീപാദയാണ് അതിനകത്ത് ഒരു പാട്ട് പാടിയേക്കുന്നത്. നീർപ്പറവ എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് നമ്മുടെ നിത്യദാസ് പറയുന്നൊരു ഡയലോഗുണ്ട്. ആൾ കടലിൽ പോയപ്പോഴാണ് മരിച്ചത്. സോ ഇപ്പോൾ ഒരു പോലീസുകാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇയാൾ മരിച്ചെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ കടൽക്കരയിൽ പോയി നിൽക്കുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ആളുടെ ബോഡി മാത്രമല്ലേ കരയ്ക്ക് വന്നിട്ടുള്ളൂ, പുള്ളിയുടെ ജീവൻ ഇപ്പോഴും കടലിലല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം എന്നെ തേടി വരും, അതുകൊണ്ടാണ് ഞാൻ ഈ കടൽക്കരയിൽ നിന്ന് നിൽക്കുന്നതെന്ന്. അപ്പോൾ അതൊരു എപ്പിക് സീനാണ്. അത് കാണുമ്പോഴും നമ്മുടെ ആ ഒരു റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അത്ര ഉണ്ട്. ആ ഓരോ ഡയലോഗ്സ്, പിന്നെ ആ ഒരു മ്യൂസിക്, അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബുക്സ് കളക്ഷൻ ഇത്രേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും വായിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബുക്സ്, അതായത് ഹൊററാണെങ്കിലും കുഴപ്പമില്ല, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, റൊമാൻസ്, ഏത് കാറ്റഗറി ആണെങ്കിലും കുഴപ്പമില്ല, ഡിറ്റക്റ്റീവ് നോവൽസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ, കാരണം എനിക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ടാറ്റാ.